ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് ഒരു 2 മാർക്കിൻ്റെ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് 2 ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് സിംഗമി എന്ന് പറയുന്നത്. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താണ്, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള എഗ്ഗ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ പറയുന്നത്, സിംഗമി എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്, ട്രിപ്പിൾ ഫ്യൂഷനാണ്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡറി ന്യൂക്ലിയസും മെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രണ്ട് പോളാർ ന്യൂക്ലിയയും മെയിൽ ഗാമറ്റും കൂടി ഫ്യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ പറയുന്നത്, ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ 3 ന്യൂക്ലിയസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇതിന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയാനുള്ള റീസൺ. അപ്പോൾ ഈ ട്രിപ്പിൾ ഫ്യൂഷൻ നടന്നിട്ട് സെൻട്രൽ സെൽ എന്തായിട്ടാണ് മാറുന്നത്, പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആയിട്ടാണ് മാറുന്നത്. ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മുടെ സീഡിന് വളരാനുള്ള അല്ലെങ്കിൽ എംബ്രയോയ്ക്ക് വളരാനുള്ള നറിഷ്മെൻറ്റിനുള്ള എൻഡോസ്പോമായിട്ട് മാറുന്നത് ആരാണ്, ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള എൻഡോസ്പോം ന്യൂക്ലിയസുകളാണ് കാണുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 3 ടൈപ്പാണുള്ളത്. ഒന്ന് ന്യൂക്ലിയർ എൻഡോസ്പോം, സെല്ലുലാർ എൻഡോസ്പോം ആൻഡ് ഹിലോബിയൽ എൻഡോസ്പോം. ന്യൂക്ലിയർ എൻഡോസ്പോം ആണ് കുറച്ചുകൂടെ കോമൺ ആയിട്ടുള്ള, ഏകദേശം ഒരു 56% ഓഫ് ഫാമിലീസിലും ന്യൂക്ലിയർ എൻഡോസ്പോം ആണ് കാണുന്നത്. പിന്നെ സെല്ലുലാർ എൻഡോസ്പോം ഏകദേശം ഒരു 25% ഫാമിലീസിൽ കാണുന്നുണ്ട്. ഹീലോബിയൽ ജസ്റ്റ് ഒരു 19 ഫാമിലീസിലാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ പെർസെൻറ്റേജ് ഓർക്കേണ്ട, ഏറ്റവും കൂടുതലുള്ളത് എന്താണ്, ന്യൂക്ലിയർ എൻഡോസ്പോം ആണ്. പിന്നീട് എന്താണ്, സെല്ലുലാറാണ്. ഹീലോബിയൽ വളരെ കുറച്ച് ഫാമിലീസിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഈ സെല്ലുലാർ എൻഡോസ്പോം എന്ന് പറയുന്നത് കുറച്ചുകൂടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ഇതിലേക്കാണ്, ഡൈക്കോട്ട് ഫാമിലീസിലും. ഹീലോബിയൽ എന്ന് പറയുന്നത് മോണോക്കോട്ട് ഫാമിലീസിലാണ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇനി ആദ്യത്തേതാണ് ന്യൂക്ലിയർ എൻഡോസ്പോം. ന്യൂക്ലിയർ എൻഡോസ്പോം പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്ന ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്താണ്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷന് വിധേയമാവും. അതായത് ന്യൂക്ലിയസ് മാത്രം എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്ത് സംഭവിക്കുന്നില്ല, വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കുന്നില്ല. ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എന്താണ്, ഒരുപാട് ന്യൂക്ലിയസ് ഫോം ചെയ്യും. ഈ ഡോട്ടർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ടാകും. ചില കേസിൽ എന്താണ്, കുറച്ച് സമയത്തിന് ശേഷം എന്താണ് വാൾ ഫോർമേഷൻ നടക്കും. അതായത് ഗ്ലൈസീനിൽ, അരാക്കിസ് ഹൈപ്പോജിയയിലൊക്കെ കുറച്ച് സമയത്തിന് ശേഷം വാൾ ഫോർമേഷൻ നടക്കും. എന്നാൽ ചിലത് എന്താണ്, ഈ ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എന്താണ്, ഈ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയിട്ട് തന്നെ കിടക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇതിൽ ഫസ്റ്റ് ഫ്യൂ ഡിവിഷൻ എന്ന് പറയുന്നത് സിങ്ക്രോണസും സൈമൾട്ടേനിയസ് ആയിരിക്കും. സൈമൾട്ടേനിയസ് ആയിട്ട് സിങ്ക്രോണസ് ആയിട്ട് ഒരു ഒരു പർട്ടിക്കുലർ പാറ്റേണിലായിരിക്കും ഡിവിഷൻ നടക്കുക. സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ ആയിരിക്കും ഫസ്റ്റ് ഫ്യൂ ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്, ഇറഗുലർ ആയിട്ടായിരിക്കും ഡിവിഷൻസ് നടക്കുന്നുണ്ടാവുക. ഇതിന് ശേഷം എന്താണ്, ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എന്താണ്, ഫോം ചെയ്യുന്നുണ്ടാവും. നമ്മുടെ എംബ്രയോ സാക്കിൽ ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് ഉണ്ടാവും. അതിനുശേഷം എന്താണ്, ഈ എംബ്രയോ സാക്കിൻ്റെ പെരിഫറിയിലേക്ക് ഇതിനെ പുഷ് ചെയ്യും. ഈ വാക്യൂളിൻ്റെ എൻലാർജ്മെൻറ്റ് നടന്നിട്ട് ഈ ഫോം ചെയ്തിട്ടുള്ള ലാർജ് നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് നമ്മുടെ എംബ്രയോ സാക്കിൻ്റെ പെരിഫറിയിലേക്ക് പുഷ്ഡ് ആവും. അതെന്ന് പറയുന്നത് ഒന്നുകിൽ മൈക്രോപൈലാർ എൻഡിലോ അല്ലെങ്കിൽ ചലാസൽ എൻഡിലേക്കോ ആയിരിക്കും അഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷന് ശേഷം എന്ത് സംഭവിക്കും, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷന് ശേഷമായിരിക്കും എന്താണ്, സെൽ വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ സെൽ വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് പൊതുവേ എന്തായിരിക്കും, പെരിഫറിയിൽ നിന്ന് സെൻറ്ററിലേക്കായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, അപ്പെക്സിൽ നിന്ന് ഡൗണിലായിരിക്കും. റയറായിട്ട് എങ്ങനെയായിരിക്കും, ചലാസൽ എൻഡിൽ നിന്ന് മൈക്രോപൈലാർ എൻഡിലേക്കായിരിക്കും. പൊതുവേ എങ്ങനെയാണ്, പെരിഫറിയിൽ നിന്ന് സെൻറ്ററിലേക്കായിരിക്കും, അല്ലെങ്കിൽ അപ്പെക്സിൽ നിന്ന് എന്താണ്, ബേസിലേക്കായിരിക്കും. എന്നാൽ റയറായിട്ട് എങ്ങനെയായിരിക്കും, ചലാസൽ എൻഡിൽ നിന്ന് മൈക്രോപൈലാർ എൻഡിലേക്കായിരിക്കും ഈ ഒരു സെൽ വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കുന്നുണ്ടാവുക. ആ ഒരു എൻറ്റയർ എംബ്രയോ സാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ സെൽസ് വെച്ച് ഫില്ലാവാം. ഈ ന്യൂക്ലിയസിൻ്റെയൊക്കെ ചുറ്റും സെൽ വാൾ ഫോർമേഷൻ നടന്നിട്ട് എൻറ്റയർ എൻഡോസ്പോം ഫില്ലാവാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫ്രീ ന്യൂക്ലിയർ സ്റ്റേറ്റിൽ തന്നെ അത് റിമെയിൻ ചെയ്യാം. ആകെ പെരിഫറിയിൽ മാത്രം കുറച്ച് സെല്ലുകൾ ഫോം ചെയ്ത് ബാക്കിയൊക്കെ എന്താണ്, ഈ ഫ്രീ ന്യൂക്ലിയർ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ് നമ്മുടെ കോക്കനട്ട് എന്ന് പറയുന്നത്. അതിന് ന്യൂക്ലിയർ എൻഡോസ്പോം ആണ് ഉള്ളത്. അതിൻ്റെ ഫസ്റ്റ് പ്രൈമറി എൻഡോസ്പോം എന്ന് പറയുന്നത് എന്താണ്,
നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. ആ സമയത്ത് ആ ഒരു ഫ്രൂട്ടിന് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും. അതിൽ വാട്ടർ കണ്ടെയ്നിങ് ആയിരിക്കും. ഫ്രീ ന്യൂക്ലിയൈ എന്ന് പറയുന്നത് ആ എംബ്രിയോ സൈക്കിൾ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഈ ഫ്രൂട്ടിന് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ ലോങ് ഒക്കെ ആകുമ്പോൾ സെൽ വാൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഫോം ചെയ്യും. ഓരോ സെൽസിലും എന്താണ് ഒരുപാട് ന്യൂക്ലിയൈ ഉണ്ടാവും. ഈ സ്റ്റേജിൽ ഫ്ലൂയിഡ് സസ്പെൻഷനിൽ എന്താണ് ഫ്രീ ന്യൂക്ലിയസും ഉണ്ടാവും, സെൽ വാളുള്ള ന്യൂക്ലിയസും ഉണ്ടാവും. ഓക്കെ, സബ്സിക്വൻ്റ്ലി ഇത് എന്താണ് സെല്ലുലാർ എൻഡോസ്പോമിൻ്റെ ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് എന്താ ആക്ച്വലി നമ്മുടെ കോക്കനട്ടിൻ്റെ മീറ്റ് എന്ന് പറയുന്നത് ആ ഒരു സെല്ലുലാർ ആയിട്ടുള്ളൊരു എൻഡോസ്പോമാണ്. ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് തന്നെയാണ് അരേക്ക കറ്റാച്ചൂലും കാണുന്നത്. ഇനി മെച്യൂർ കോക്കനട്ട്സിൽ ലിക്വിഡ് എൻഡോസ്പോം എന്ന് പറയുന്നത് എന്താണ് മിൽക്കി ആയിട്ട് മാറും. അപ്പോൾ ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് പറഞ്ഞാൽ ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ ആയിരിക്കും അതിൽ നടക്കുന്നുണ്ടാവുക. ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടന്ന പാടെ എന്ത് നടക്കില്ല, വാൾ ഫോർമേഷൻ നടക്കില്ല. എന്താണ് ഒരുപാട് ന്യൂക്ലിയൈ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പിന്നീടാണ് അത് എന്ത് ചെയ്യുന്നത് പെരിഫറിയിലേക്ക് വാക്യൂളിൽ എന്താണ് എക്സ്പാൻഡ് ചെയ്തിട്ട് പെരിഫറിയിലേക്ക് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ചലാസൽ അല്ലെങ്കിൽ മൈക്രോപൈലർ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ചിലതിൽ ഫ്രീ ന്യൂക്ലിയർ ആയിട്ട് തന്നെ കിടക്കും, ചിലതിൽ എന്താണ് വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് നടക്കും. അപ്പോൾ അതാണ് എന്ത് ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് സെല്ലുലാർ എൻഡോസ്പോം. എന്താണ് സെല്ലുലാർ എൻഡോസ്പോം എന്ന് പറയുന്നത്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രൈമറി എൻഡോസ്പോം ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? പ്രൈമറി എൻഡോസ്പോം ഡിവൈഡ് ചെയ്യുമ്പോൾ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് വാൾ ഫോർമേഷനും നടക്കും. അതായത് ന്യൂക്ലിയർ ഡിവിഷനും നടക്കും, അതിനോടൊപ്പം തന്നെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള സെൽ വാളും ഫോം ചെയ്യും. ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഡിവിഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് ആയിരിക്കും. അത് വേണമെങ്കിൽ എന്താണ് മറ്റു പ്ലെയിനിലും നടക്കാം. ഇനി അഡോക്സയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് 2 ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് എൻഡോസ്പോം മദർ സെല്ലിൻ്റെ ഫസ്റ്റ് 2 ഡിവിഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആയിരിക്കും. എന്നിട്ട് 4 ലാർജ് ഐഡൻറ്റിക്കൽ സിലിണ്ടറിക്കൽ സെല്ല് ഫോം ചെയ്യും. പിന്നീട് എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് 8 സെൽസ് ഫോം ചെയ്യും. അത് 2 റോസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. അതിനുശേഷം 1-2 ട്രാൻസ്വേഴ്സ് ഡിവിഷൻ നടന്നിട്ട് ട്രാൻസ്വേഴ്സ് ഡിവിഷനോ അല്ലെങ്കിൽ ഇറഗുലർ ഡിവിഷൻസ് നടന്നിട്ട് ഒരു മാസ് ഓഫ് എൻഡോസ്പോം സെൽസ് ഫോം ചെയ്യാണ് അഡോക്സയിൽ ചെയ്യുന്നത്. പിന്നെ എന്താണ് അനോനേസിയ അരിസ്റ്റോലോക്കേസിയയിലൊക്കെ രണ്ടാമത്തെയും 3-ാമത്തെയും ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്വേഴ്സ് ആയിരിക്കും. എന്നിട്ട് എന്താണ് ഒരു 4 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സെൽസ് ഫോം ചെയ്യും. ഇനി അക്കാന്തേസിയയിൽ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ചലാസൽ എൻഡിലേക്ക് മൂവ് ചെയ്യും. എംബ്രിയോസാക്കിൻ്റെ ചലാസൽ എൻഡിലേക്ക് മൂവ് ചെയ്യും. ഇതെന്ന് പറയുന്നത് 2 സെൽസായിട്ട് 2 അൺഈക്വൽ സെൽസായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ സ്മോളർ സെല്ലെന്ന് പറയുന്നത് ചലാസൽ ചേമ്പറും സ്മോളർ സെല്ലിനെ ചലാസൽ ചേമ്പറെന്നും ബിഗ്ഗറിനെ നമ്മൾ മൈക്രോപൈലർ ചേമ്പറെന്നും പറയും. ഇത് പിന്നീട് എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് ലീനിയർ ആയിട്ടുള്ള റോസ് ഓഫ് 3 സെൽസ് ഫോം ചെയ്യും. ഇതിൽ സെൻട്രൽ സെൽസ് എന്ന് പറയുന്നത് എൻഡോസ്പോം പ്രോപ്പർ ഫോം ചെയ്യും. ബാക്കിയുള്ളത് എന്താണ് മൈക്രോപൈലർ അല്ലെങ്കിൽ ചലാസൽ ഹോസ്റ്റോറിയം ഫോം ചെയ്യും. ഈ സെല്ലുലാർ ടൈപ്പ് എൻഡോസ്പോം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാണ്? ഡൈക്കോട്ടിലിഡനസ് ആയിട്ടുള്ള പ്ലാന്റ്സിലാണ്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സിൽ, പിന്നെ പാരസൈറ്റിൽ കാണുന്നുണ്ട്. കസ്ക്യൂട്ട് ഒഴികെയുള്ള പാരസൈറ്റിലും എന്താണ് സെല്ലുലാർ ടൈപ്പ് ഓഫ് എൻഡോസ്പോം ആണ് കാണുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത് ഹീലോബിയൽ ടൈപ്പ് എന്ന് പറയുന്നത്. ഹീലോബിയൽ എന്ന് പറയുന്ന എൻഡോസ്പോം എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ഓർഡറാണ്. ഹീലോബിയൽസ് എന്ന് പറയുന്ന ഓർഡറിലാണ് പ്രധാനമായിട്ടും ഈ ഒരു ഹീലോബിയൽ ടൈപ്പ് എൻഡോസ്പോം കാണുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ അക്കാന്തേസിയൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി എൻഡോസ്പോം എന്ന് പറയുന്നത് എൻഡോസ്പോം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് മൈഗ്രേറ്റ് ചെയ്തിട്ട് ചലാസൽ എൻഡിലേക്ക് മാറും. എന്നിട്ട് അവിടെ നിന്ന് അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ലാർജ് മൈക്രോപൈലർ ചേമ്പറും സ്മോൾ ചലാസൽ ചേമ്പറും ഫോം ചെയ്യും. ഇനി
ഇവിടെ മൈക്രോപൈലാർ ചേംബറിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഫർദർ ഡിവിഷൻ നടന്നിട്ട് എന്താണ് അതിൻ്റെ കൂടെ തന്നെ വാൾ ഫോർമേഷനും നടക്കും. അതായത് ന്യൂക്ലിയസ് എന്താണ് മൈക്രോപൈലാർ എൻഡിലുള്ള ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എന്താണ് ഒരുപാട് സെല്ലുകൾ ഫോം ചെയ്യും. അതിൻ്റെ കൂടെ എന്താണ് സെൽ വാൾ ഫോർമേഷൻ, ന്യൂക്ലിയസ് ഡിവിഷൻ്റെ കൂടെ തന്നെ സെൽ വാൾ ഫോർമേഷനും നടക്കുന്നുണ്ടാവും. സെല്ലുലാർ എൻഡോസ്പേം പോലെ ന്യൂക്ലിയർ ഡിവിഷൻ്റെ കൂടെ തന്നെ എന്ത് നടക്കുന്നുണ്ടാവും, സെൽ വാൾ ഫോർമേഷനും നടക്കുന്നുണ്ടാവും. എന്നാൽ ചലാസെൽ ചേംബറിലുള്ള ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒന്നെങ്കിലും എന്താണ് ഡിവൈഡ് ചെയ്യില്ല, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ നടത്തും. ഓക്കെ, ഈ എന്താണ് മൈക്രോപൈലാർ ചേംബറിൽ എന്താണ് റെഗുലർ വാൾ ഫോർമേഷൻ ഇങ്ങനെ നടന്നിട്ട് അത് മൾട്ടി സെല്ലാറായിട്ട് മാറും. എന്നാൽ ചലാസെൽ ചേംബറിൽ എന്താണ് വാൾ ഫോർമേഷൻ ഒന്നും നടക്കില്ല. മെച്യൂരിറ്റീൻ്റെ സമയത്ത് അത് ഒന്നോ അതിലധികമോ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയൈ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ന്യൂക്ലിയർ ടൈപ്പിൽ എങ്ങനെയാണ് ഫസ്റ്റ് ഫ്യൂ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ് ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ് അല്ലേ. അവിടെ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള വാൾ ഫോർമേഷൻ ന്യൂക്ലിയർ ടൈപ്പിൽ ഉണ്ടാവുന്നില്ല. എന്നാൽ സെല്ലുലാർ ടൈപ്പിൽ എങ്ങനെയാണ്, സെല്ലുലാർ ടൈപ്പിൽ ഫസ്റ്റ് സബ്സിക്വൻറ്റ് ഡിവിഷനിൽ എന്താണ് വാൾ ഫോർമേഷനും അക്കമ്പനി ചെയ്യുന്നുണ്ട്. എന്നാൽ ഹീലോബിയൽ ഡിവിഷനിൽ ഫസ്റ്റ് ന്യൂക്ലിയർ ഡിവിഷൻ എന്ന് പറയുന്നതിൽ വാൾ ഫോർമേഷൻ നടക്കുന്നുണ്ട്. എന്നാൽ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ഡിവിഷൻസ് എന്താണ് ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള ഡിവിഷൻസ് ആണ്. അതായത് ഹീലോബിയലിൽ 2 ടൈപ്പും കാണുന്നുണ്ട്. അതായത് സെല്ലുലാർ ഫോമും ഉണ്ട്, പിന്നെ എന്തും ഫോം ചെയ്യുന്നുണ്ട്, ഫ്രീ ന്യൂക്ലിയർ ആയിട്ടുള്ള ഡിവിഷനും നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഹീലോബിയൽ എൻഡോസ്പേം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു എൻഡോസ്പേം ടൈപ്പാണ് റൂമിനേറ്റ് എൻഡോസ്പേം എന്നുള്ളത്. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എൻഡോസ്പേം ആണ്. ഇത് ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ പ്രധാനമായിട്ടും എന്താണ് സെല്ലുലാർ അല്ലെങ്കിൽ ഫ്രീ ന്യൂക്ലിയർ അല്ലെങ്കിൽ ഹീലോബിയൽ ടൈപ്പ് എൻഡോസ്പേം ആണ് ഫോം ചെയ്യുക. എന്നാൽ ലേറ്റർ ഡെവലപ്മെൻറ്റിൽ റൂമിനേഷൻ ഓഫ് എൻഡോസ്പേം നടക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ എന്താണ് സീഡ് കോട്ടിൻ്റെ ഇന്നർ സർഫസിൽ ഇറഗുലർ ഡെവലപ്മെൻറ്റ് നടന്നിട്ടോ അല്ലെങ്കിൽ എന്താണ് ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ഇൻറ്റഗ്യുമെൻസിൻ്റെ ടിഷ്യൂകൾ, അതായത് ഔട്ടർ ടിഷ്യൂകൾ ഇൻവാജിനേറ്റ് ചെയ്തിട്ടായിരിക്കും ഇൻവാജിനേറ്റ് ചെയ്തിട്ട് എൻഡോസ്പേമായി മാറുന്നതിനെയാണ് നമ്മൾ റൂമിനേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അനോണേസിയം, മെറിസ്റ്റിക്കേസിയെ, റൂബിയേസിയയിലൊക്കെ ഈ റൂമിനേറ്റ് കണ്ടീഷൻ കാണുന്നുണ്ട്. നമ്മുടെ അരേക്കെ കറ്റച്ചൂല് റൂമിനേറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഇന്നർ സീഡ് കോട്ടിൻ്റെ ഇൻഫോൾഡിങ് കാരണമാണ്. ഒരു ലൈറ്റ് കളേർഡ് എൻഡോസ്പേം ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത വരുന്നതാണ് എന്ത് എൻഡോസ്പേം ഹോസ്റ്റോറിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു സെല്ലുലറൈസേഷൻ ഓഫ് എൻഡോസ്പേമിൻ്റെ സമയത്ത് എന്താണ് മൈക്രോപൈലാർ എൻഡിലാണ് സെല്ലുലറൈസേഷൻ നടക്കുന്നത്. അതായത് കുക്കുർബിറ്റേസിയയിലും ഫാബേസിയയിലൊക്കെ സെല്ലുലറൈസേഷൻ എന്ന് പറയുന്നത് മൈക്രോപൈലാർ എൻഡിലാണ് നടക്കുന്നത്. എന്നാൽ ചലാസെല്ലിൽ എന്താണ് ന്യൂക്ലിയൈ എന്ന് പറയുന്നത് എന്താണ് ആ സൈറ്റോപ്ലാസത്തിൽ എംബഡായിട്ട് ഫ്രീ ആയിട്ടാണ് കാണുന്നത്. ആ ചലാസെൽ എന്ന് പറയുന്നത് സീനോസൈറ്റിക് ആയിരിക്കും, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാവും. അത് പിന്നീട് ഗ്രോ ചെയ്തിട്ട് ട്യൂബുലാർ ഹോസ്റ്റോറിയം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ് ഈ ക്രോട്ടിലേറിയയിലൊക്കെ വാൾ ഫോർമേഷൻ എന്ന് പറയുന്നത് അപ്പർ റീജിയനിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ചലാസെൽ റീജിയൻ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെന്താണ് അത് ഇലോങ്ങേറ്റ് ചെയ്തിട്ട് ഹോസ്റ്റോറിയമായിട്ട് ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് നമ്മുടെ എൻഡോസ്പേം ടൈപ്സിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.